ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ അറബിക് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന് നുക്മിലിൽ ബയാനാണ്, പൂർത്തിയാക്കാനാണ് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ജറത് ഹഫ്ലത്തുൻ അദബിയത്തു ഫിസഫി, ക്ലാസ്സിൽ ഒരു സാഹിത്യ പരിപാടി നടന്നു. റയ്യനൽ മുദരിസു ലിക്കുല്ലി ത്വാലിബിൻ ബറാമിജ മുഖ്തലിഫ, ഓരോ കുട്ടിക്കും ഓരോ പരിപാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വഅഇലനഹ അമാമ തുല്ലാബി, കുട്ടികളുടെ മുന്നിൽ അത് ആരൊക്കെയാണെന്ന് പറയാണ്. വകാലയ മുഹമ്മദ്, അങ്ങനെ മുഹമ്മദിനെ വിളിക്കുകയാണ്. അൻത ഡേഷ്, അൻത എന്ന് കൊടുത്തിട്ട് ഡേഷ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കാത്തിബാനോ കാത്തിബത്തുനാണോ? ഇവിടെ യാ മുഹമ്മദ് അൻത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ബോയ് ആണ്, അതുകൊണ്ട് കാത്തിബുനാണോ കാത്തിബത്തുനാണോ വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാത്തിബു എന്ന് പറഞ്ഞാല് എഴുത്തുകാരനാണ്, കാത്തിബത്ത് എന്ന് പറഞ്ഞാല് എഴുത്തുകാരി എന്നാണ് അർത്ഥം വരുന്നത്. സോ ഇവിടെ നമുക്ക് കാത്തിബുന്ന് ആൻസർ എഴുതി കൊടുക്കാം. അടുത്തത് യാ സൈനബ്, സൈനബ് പെൺകുട്ടിയുടെ പേരാണ്. അപ്പൊ ഇവിടെ 2 ഡാഷ് തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഫസ്റ്റ് ഡാഷ് എഴുതി കൊടുത്ത് അൻതയാണോ അൻതി എന്നാണോ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ സൈനബ് പെൺകുട്ടി ആയതുകൊണ്ട് അൻതി എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നാഷിദുനാണോ വരിക നാഷിദത്തുനാണോ വരിക? നാഷിദ് എന്ന് പറഞ്ഞാല് ഗായകനാണ്, നാഷിദത്ത് എന്ന് പറഞ്ഞാല് ഗായികയാണ്. സോ ഇവിടെ ഗായിക എന്നാണ് വരേണ്ടത്, അതുകൊണ്ട് നാഷിദത്തു എന്നാണ് വരേണ്ടത്. അടുത്തത് യാ റാഷിദ്, ബോയുടെ പേരാണ്. യാ റാഷിദുൻ ഡേഷ് കാരി എന്ന് തന്നിട്ടുണ്ട്. കാരി എന്ന് പറഞ്ഞാല് വായനക്കാരാണ്, കാരി എന്ന് പറഞ്ഞാലാണ് വായനക്കാരി. സോ ഇവിടെ യാ റാഷിദ് ബോയ് ആണ്, കാരി എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അൻതയാണോ എഴുതേണ്ടത് അൻതി എന്നാണോ എഴുതേണ്ടത്? അൻതയാണ് ബോയ്, അൻതി ഗേൾ ആണ്. സോ നമുക്ക് ഇവിടെ അൻത എഴുതി കൊടുക്കാം. അടുത്തത് യാ ഹബീബത്തു ഡേഷ് റാഖിസത്തുൻ, റാഖിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നർത്തകിയാണ്. ഹബീബ എന്നുള്ളത് പെൺകുട്ടിയുടെ പേരുമാണ്. സോ ഇവിടെ നമുക്ക് ഡൗട്ട് ഒന്നും വരാതെ തന്നെ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാം അൻതി എന്ന്. സോ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോളൂ, അൻത ബോയ് ആണ്, അൻതി ഗേൾ ആണ്. നെസിലു വനക്തുബു, മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് മാച്ച് ചെയ്യേണ്ടത്? ഇവിടെ അൻതായും തന്നിട്ടുണ്ട്, അൻതിന്നും തന്നിട്ടുണ്ട്, കുറച്ച് നെയിംസും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചു അൻത എന്ന് പറഞ്ഞാല് ബോയ് ആണ്, അൻതി എന്ന് പറഞ്ഞാല് ഗേൾ ആണ്. ഫാത്തിമ ആരാണ്? ഗേൾ ആണ്. സോ അൻതി ഫാത്തിമ എന്നാണ് പറയുക. അടുത്തത് കാത്തിബ, കാത്തിബി ഗേൾ ആണ്. സോ അൻതി കാത്തിബ. നാഷിദ് ബോയ് ആണ്. സോ അൻത നാഷിദുൻ. സൽമ ഗേൾ ആണ്, അൻതി സൽമ. അടുത്തത് സാദിഖുൻ ബോയ് ആണ്, അൻതയാണ് അവിടെ വരിക. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് മുർത്തബിൽ ബയാൻ ഹസബ സൂരി, താഴെ തന്നിട്ടുള്ള പിക്ചറിന് മാച്ച് ആയിട്ടുള്ള സെന്റൻസ് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ദഹബ അർജുൻ ഇലൽ മദ്രസ, അർജുൻ മദ്രസയിലേക്ക് പോയി. അഹദ അർജുൻ റൂബിയ, അർജുൻ പൈസ എടുത്തു. അഴുത്ത അർജുൻ റൂബിയ ലിൽ മുദരിസ്, അർജുന് പൈസ അധ്യാപകന് കൊടുത്തു. വജദ അർജുൻ ഫി ത്വരീഖി മിയത റൂബിയ, അർജുന് വഴിയിൽ വെച്ചിട്ടൊരു 100 രൂപ കണ്ടു. ഇതേപോലെ പിക്ചറിന് മാച്ച് ആയിട്ടുള്ള സെന്റൻസുകൾ എടുത്ത് എഴുതാണ് വേണ്ടത്. ഒന്നാമത്തെ സെന്റൻസ് വരുന്നത് ഫസ്റ്റ് പിക്ചറിൽ തന്നെയാണ്, രണ്ടാമത്തത് അതിന്റെ നേരെ അടിയിലാണ്, മൂന്നാമത്തത് ഏറ്റവും ലാസ്റ്റിലേക്കുള്ളതാണ്, നാലാമത്തത് ലാസ്റ്റിന് നേരെ മുകളിലത്തെ പിക്ചറാണ് വരുന്നത്. അതേപോലെ മാച്ച് ആയിട്ട് എഴുതി കൊടുക്കുക. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് മാ ഇസ്മുൽ വലത്, ഇവിടെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ പേരെന്താണ്? അർജുൻ ആണല്ലേ. മദ വജദ അർജുൻ ഫി ത്വരീഖി, അർജുൻ വഴിയിൽ വെച്ചിട്ട് എന്തായിരുന്നു കണ്ടത്? ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നുക്കമ്മിലിൽ ഉക്കൂദ റെക്കമൻ വഹർഫൻ, താഴെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ചിലത് അക്കത്തില് നമ്പേഴ്സിലാണ് തന്നിട്ടുള്ളത്, ചിലത് വേർഡ്സിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് 10 എന്താണ് അറബിയിൽ പറയുക എന്നാണ്. 10 അഷറ എന്നാണ് പറയുക. അടുത്തത് ഇഷ്റൂൻ തന്നിട്ടുണ്ട്. ഇഷ്റൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 20. അടുത്തത് സലാസൂൻ, 30 എന്താ പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സലാസൂൻ ആണ്. അടുത്തത് അർബഊൻ ഇവിടെ തന്നിട്ടുണ്ട്. അർബഊൻ എന്ന് പറഞ്ഞാൽ 40 ആണ്. അടുത്തത് 50 എന്ന് തന്നിട്ടുണ്ട്. 50ക്ക് എന്താണ് പറയുക? 50 എന്താണ് പറയുക? ഹംസൂൻ എന്നാണ് പറയുക. അടുത്തത് സിത്തു എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിത്തു എന്ന് പറഞ്ഞാൽ 60 ആണ്. അടുത്തത് സബൂൻ ആണ്. സബൂ എന്ന് പറഞ്ഞാൽ 70 ആണ്. സോ നിങ്ങൾ നമ്പേഴ്സും അതിന് അറബിയിൽ എന്താണ് പറയുക എന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി തുക്മിലുൽ ഹിവാർ, കോൺവെർസേഷന് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്? അബും മാജിദും അവന്റെ ഉപ്പയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് അബുൻ ഉപ്പ അസ്സലാമു അലൈക്കും എന്ന് എഴുതി കൊടുക്കാം. മാജിദുൻ വഅലൈക്കും അസ്സലാം. അതിനുശേഷം അബുൻ ചോദിക്കുകയാണ് അന അദ്ഹബ്, ഞാൻ പോവുകയാണ്. മാജിദ് ഇല ഐന, എവിടേക്കാണ്?
അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഇല ഐന എന്നാണ്. ഇല ഐന എന്ന് പറഞ്ഞാൽ എവിടേക്കാണെന്നാണ് മീനിങ് വരുന്നത്. അതിനുശേഷം അബുൻ പറയാണ്, ഇല സൂക്കി, ഞാൻ ചന്തയിലേക്കാണ് പോകുന്നത്. മാതാ തുരീദു, നിനക്ക് എന്തൊക്കെയാണ് വേണ്ടത്? മാജിദിൻ അരീദു അശറത ദഫാത്തിർ, എനിക്ക് 10 നോട്ട് ബുക്കുകൾ വേണം. അബുൻ അശറത ദഫാത്തിർ ലിമ, നിനക്ക് എന്തിനാണ് ഈ 10 നോട്ട് ബുക്കുകൾ? ലിമ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്നാണ്. മാജിദ് പറയാണ്, ലീ സിത്തുൻ വലി സ്വദീഖി അർബഉൻ ലൈസ ഇൻദഹു ദഫ്തർ, 6 എനിക്കും 4 എന്റെ കൂട്ടുകാരനും വേണ്ടിയാണ്, അവന്റെ കയ്യിൽ നോട്ട്ബുക്ക് ഇല്ല. അതിനുശേഷം അബുൻ ചോദിക്കുകയാണ്, അഹ്സൻ തയ്യ ബുനയ്യ അമലുൻ റായിഉൻ, എന്താണ് നന്നായി ചെയ്തു മകനെ, അതൊരു മികച്ച കാര്യമാണ്. അപ്പൊ മാജിദ് ശുക്രൻ, നന്ദി. അബുൻ അഫ്വൻ. ഇവിടെ ഇല ഐന എന്ന് പറഞ്ഞാല് എവിടേക്കാണ് എന്നാണ്. ലിമ എന്ന് പറഞ്ഞാല് എന്തുകൊണ്ട്, എന്തിനാണെന്നാണ് മീനിങ് വരുന്നത്. അഹ്സൻത എന്ന് പറഞ്ഞാല് നന്നായി ചെയ്തു, വളരെ നന്നായി എന്നൊക്കെയാണ്. റായിഉ എന്ന് പറഞ്ഞാലും അത്ഭുതകരം അല്ലെങ്കിൽ മികച്ചത് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നഖ്റഉൽ അബിയാത്തി വനക്തുബുൽ കലിമാത്തിൽ മുനാസിബ, താഴെ തന്നിട്ടുള്ള വരികൾ വായിച്ചിട്ട് ഇവരൊക്കെ ആരാണെന്നാണ് പറയേണ്ടത്. സോ നമുക്ക് ഇവിടെയുള്ള ലൈൻസ് വായിച്ചു നോക്കാം. വസലൽ കിർദു വസലൽ കിർദു, കുരങ്ങ് എത്തി കുരങ്ങ് എത്തി. വസലൽ കിർദു ഫിൽ ബുസ്താൻ, കുരങ്ങ് തോട്ടത്തിൽ നിന്ന് എത്തി. സോ ഇവിടെ കിർദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുരങ്ങ്. ഇനി അടുത്തത് സഖത്തൽ ഫനസു മിന ഷജറത്തി. സഖത്തൽ ഫനസു എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ക വീണു. സഖത്തൽ ഫനസു സഖത്തൽ ഫനസു സഖത്തൽ ഫനസു മിന ഷജറത്തി, മരത്തിൽ നിന്ന് ചക്ക വീണു. അഹദൽ കിർദു ഫനസ, കുരങ്ങ് ചക്ക എടുത്തു. ഇനി അടുത്തത് അഴുത്തൽ കിർദു അഴുത്തൽ കിർദു, കുരങ്ങ് കൊടുത്തു. എന്താ, ആർക്കാണ് കൊടുത്തത്? അഴുത്തൽ കിർദു ലിൽ സിഞ്ചാബി, കുരങ്ങ് അണ്ണാന്റെ കൊടുത്തു. സോ നമ്മൾ ഇവിടെ കുരങ്ങിന്, മങ്കിക്ക് എന്താണ് പറയുക? കിർദുൻ. ചക്കയ്ക്കോ? ജാക്ക് ഫ്രൂട്ടിന് ഫനസുൻ. ഇനി അടുത്തത് ചക്കമരം അല്ലെങ്കിൽ പ്ലാവിന് എന്താണ് പറയുക? ഷജറത്തുൽ ഫനസ്. ഇനി അടുത്തത് അണ്ണാൻ, സ്ക്വിറലിന് സിഞ്ചാബുൻ. ഇങ്ങനെയാണ് ആൻസർ എഴുതി കൊടുക്കേണ്ടത്. അവരുടെ ചിത്രത്തിന് നേരെ ഈ നെയിംസ് എഴുതി കൊടുക്കുക. ഇതിന് ഉത്തരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഏതാണ് നിങ്ങൾ എഴുതേണ്ടത്? താഴെ തന്നിട്ടുള്ള നഖ്റുൽ അബിയാത്തി വതഹ്താറുൽ കലിമാത്തിൽ മുസ്ജ വനക്തിബു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? താഴെയുള്ള ലൈൻസിലുള്ള റൈമിംഗ് വേർഡ്സ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മീനിങ് ഒന്നും അറിയണമെന്നില്ല, ജസ്റ്റ് ഒരേപോലുള്ള വേർഡ്സ് എടുത്ത് എഴുതിയാൽ മതി. അതായത് നിങ്ങൾ വായിച്ചു നോക്കുന്ന സമയത്ത് ഒരേ സൗണ്ട് വരുന്നവ. ഇവിടെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഖുറമാ സുമല ഒരേപോലെ അല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഇതാണ് റൈമിംഗ് വേർഡ്സ്. ഇവിടെ ജസ്റ്റ് ഒന്ന് മീനിങ് പറയാം. സായിദ് സായിദ് യാ ഖുറമാ, സഹായിക്കൂ സഹായിക്കൂ ഉദാരരെ. സായിദു അഴ്മ യാ ഖുറമാ, ഉദാരരെ ഒരു അന്തരെ സഹായിക്കൂ. അൻസുർ സുമല, സഹായിക്കൂ പിന്തുണയ്ക്കൂ കൂട്ടുകാരെ. അൻസുർ വലതുൻ യാ സുമല, കൂട്ടുകാരെ ഒരു കുട്ടിയെ സഹായിക്കൂ. ഇർഹം ഇർഹം യാ റഹമ, ഇർഹം ത്വയ്റൻ യാ റഹമ, കരുണ കാണിക്കൂ കരുണയുള്ളവരെ, കരുണയുള്ളവരെ ഒരു പക്ഷിയോട് കരുണ കാണിക്കൂ. അത്രയും അത്രയും യാ ഫുലല, അത്രയും കിത്തുൻ യാ ഫുലല, ഭക്ഷണം കൊടുക്കൂ ശ്രേഷ്ഠരെ, ശ്രേഷ്ഠരെ ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കൂ. അബ്രീദ് അബ്രീദ് യാ ഹുക്കമ, അബ്രീദ് കദിബൻ യാ ഹുക്കമ, അകറ്റു അകറ്റു ജ്ഞാനികളെ, ജ്ഞാനികളെ കള്ളം അകറ്റു. അപ്പൊ ഇതാണ് ഈ ലൈൻസിന്റെ മീനിങ് വരുന്നത്. ഇവിടെയുള്ള റൈമിംഗ് വേർഡ്സ് ആണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഖുറമാ, സുമല, റുഹമ, ഫുലല, ഹുക്കമ, ഇവയാണ് ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ്. ഇവയ്ക്ക് എന്താണ് പ്രത്യേകത? ഇവയുടെ അവസാനം മാ, എല്ലാ വാക്കിനും മാ എന്നാണ് ലാസ്റ്റ് വരുന്നത്. അപ്പൊ ഇവയ്ക്കൊക്കെ സമാനമായ ശബ്ദമാണ് വരുന്നത്, അതായത് ഒരേ ശബ്ദമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവയെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.